വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടതിൽ ഭാരതത്തിലെ എല്ലാ വനിതകളോടും മാപ്പപേക്ഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സ്ത്രീകളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രതിപക്ഷം തകർത്തു. പ്രതിപക്ഷം നടത്തിയത് വനിതാ സംവരണത്തിന്റെ ഭ്രൂണഹത്യ. നാരീശക്തി വന്ദൻ അധിനിയത്തെ കുടുംബാധിപത്യ പാർട്ടികൾക്ക് ഭയമാണ്. ബിൽ പാസ്സായിരുന്നുവെങ്കിൽ കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിക്കുമായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി സ്വന്തം സംസ്ഥാനങ്ങളിലെ ജനങ്ങളെപ്പോലും ചതിച്ചു. വനിതാ ശാക്തീകരണത്തിന്റെ പാതയിൽ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളും തകർത്തു മുന്നേറുമെന്നും ബില്ലിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മണ്ഡല പുനഃക്രമീകരണത്തെക്കുറിച്ച് കോൺഗ്രസ് നുണകൾ പ്രചരിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. कि कांग्रेस हर रिफॉर्म को रोक कर बैठी रही, लटकाना, भटकाना, अटकाना, यही कांग्रेस का सिद्धांत रहा है, यही कांग्रेस का वर्क कल्चर रहा। कांग्रेस ने पड़ोसी देशों के साथ सीमा विवादों को लटकाया, कांग्रेस ने पाकिस्तान के साथ पानी बंटवारे से जुड़े विवादों को लटकाया, कांग्रेस ने ओबीसी आरक्षण के निर्णय को 40 साल तक लटकाए रखा। വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് കോൺഗ്രസ് ചെയ്തതെന്ന് തുറന്നു പറഞ്ഞുവോ പ്രധാനമന്ത്രി? കൃഷ്ണരാജ്, ഇന്ന് ഈ രാജ്യത്തെ മുഴുവൻ വനിതകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും എന്താണ് അവരോട് ചെയ്തത് എന്ന് തുറന്നു കാട്ടുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ഇന്ന് അദ്ദേഹം രാജ്യത്തെ അമ്മമാരെയും സഹോദരിമാരെയും പെൺകുഞ്ഞുങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതിനാണ് താൻ എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതിനുശേഷം രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പ്രതിപക്ഷത്തെ ഒന്നടങ്കം വിമർശിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കഠിനാധ്വാനം ഫലപ്രദമായില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി DMKയും TMCയും സമാജ്വാദി പാർട്ടിയും വനിതാ സംവരണ ബില്ലിനെ അട്ടിമറിച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രതിപക്ഷം ചെയ്ത മഹാപാപത്തിന് ഫലം വൈകാതെ ലഭിക്കും എന്നും പ്രധാനമന്ത്രി ഇന്ന് കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷം ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആശയത്തെ അവഹേളിക്കുകയാണ് ചെയ്തത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകളെ ഭാരതത്തിന്റെ വികസന യാത്രയിൽ കൂടെ ചേർക്കാനാണ് തങ്ങൾ ശ്രമിച്ചത്. പക്ഷേ വനിതാ സംവരണം അത് കൊണ്ടുവരുന്നതിനെ എതിർത്തതിലൂടെ കുടുംബ പാർട്ടികൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ഒരു ദൃശ്യവും പാർലമെന്റിൽ കാണാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് കുടുംബ പാർട്ടികൾ ഒരു കാരണവശാലും സാധാരണക്കാരായ വനിതകളെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നതിന് അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്. 2 ഡീലിമിറ്റേഷനെ കുറിച്ചാണ്, മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്, എല്ലാവർക്കും തുല്യമായ പരിഗണന നൽകാനാണ് ശ്രമിച്ചത്. പക്ഷേ കോൺഗ്രസ് വ്യാജ പ്രചരണം നടത്തി അതിനെ അട്ടിമറിക്കാൻ നീക്കം നടത്തി എന്നും പ്രധാനമന്ത്രി ഇന്ന് തുറന്നടിച്ചു. അതായത് 2 കാര്യങ്ങൾ: ഒന്ന് വനിതാ സംവരണം, 2 മണ്ഡല പുനർനിർണയം. ഈ 2 കാര്യങ്ങളിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം നടത്തിയത് ഒട്ടും തന്നെ പൊറുക്കാനാകാത്ത തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ DMKയ്ക്കും, അതായത് തമിഴ്നാടിനും ബംഗാളിനും കൂടുതൽ പാർലമെന്റേറിയന്മാരെ അയക്കാൻ സാധിക്കുമായിരുന്നു, പക്ഷേ അവർ തന്നെ അത് കളഞ്ഞുകുളിച്ചു, ആ അവസരം കളഞ്ഞുകുളിച്ചു എന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അതേസമയം അവസാനിപ്പിക്കും മുൻപ് പ്രധാനമന്ത്രി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു: സ്ത്രീ ശാക്തീകരണത്തിനുള്ള മുന്നോട്ട് പോക്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തങ്ങൾ തച്ചു തകർത്ത് മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന് അദ്ദേഹം ഈ രാജ്യത്തെ വനിതകൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രതിപക്ഷത്തെ കോൺഗ്രസും TMCയും DMKയും സമാജ്വാദി പാർട്ടിയും ഈ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ ഒറ്റി എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്.